അവസാന മണിക്കൂർ 23. യുദ്ധത്തിൻ്റെ സമയം. എൻ്റെ കുഞ്ഞുങ്ങളെ, ക്ലേശകാലങ്ങളുടെ ആരംഭം തുടങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം ഓർമ്മിക്കുക. നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെക്കുറിച്ചും കേൾക്കുകയും രാജ്യം രാജ്യത്തിനെതിരായും ജനം ജനത്തിനെതിരായും ഉണർന്നെഴുന്നേൽക്കുകയും പലയിടത്തും ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാവുകയും ചെയ്യുമെന്നും, എന്നാൽ ഇവയെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമായിരിക്കും എന്നും ഞാൻ പറഞ്ഞിരുന്നു. ഇതാ, നിങ്ങൾ ജീവിക്കുന്ന ഈ കാലം അങ്ങനെയൊരു കാലമാണ്. യുദ്ധശ്രുതികൾ വർദ്ധിച്ചു വരുന്നു. പരസ്പരം പൊരുത്തപ്പെട്ടു പോകാൻ ആർക്കും കഴിയുന്നുമില്ല. ഭരണകൂടങ്ങൾ തങ്ങളുടെ ജനങ്ങളെ സ്നേഹിക്കുന്നില്ല. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്നില്ല. അവർ നിസ്സാര കാര്യങ്ങൾക്ക് ശണ്ഠ കൂടുന്നു. സമൂഹത്തിന് ദൈവഭയം നഷ്ടപ്പെട്ടതിനാൽ അവർ മോഷ്ടിക്കുന്നു. ആരും ദൈവത്തെ സ്നേഹിക്കുന്നുമില്ല. കാണുക, എല്ലാത്തരത്തിലും ശ്രേണിയിലുമുള്ള ദുഷ്ടരൂപികൾ നിങ്ങളുടെ നാശം ആഗ്രഹിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. മാനസികമായ ആക്രമണങ്ങൾ അനുദിനം ശക്തമായിക്കൊണ്ടിരിക്കുന്നു. അത് അനേകം ആത്മാക്കളെ നിരാശയിലേക്കും പലപ്പോഴും ആത്മഹത്യയിലേക്കും നയിക്കുന്നു. മന്ദോഷ്ണരും പാപം നിറഞ്ഞവരുമായ മനുഷ്യകുലത്തിനുള്ള എൻ്റെ അവസാന ആഹ്വാനമാണിത്. ഞാൻ നിങ്ങളുടെ സ്വതന്ത്ര സ്വാതന്ത്ര്യത്തെ തീർച്ചയായും മാനിക്കുന്നു. എന്നാൽ നിത്യജീവനോ നിത്യമരണമോ ഏതാണ് വേണ്ടതെന്ന് നിങ്ങളുടെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നറിഞ്ഞിരിക്കുക. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഞാൻ പറയട്ടെ, ആത്മീയമായ ഒരുക്കമാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ ആവശ്യമനുസരിച്ചുള്ള ഭക്ഷണം കരുതി വയ്ക്കുക. എൻ്റെ കുഞ്ഞുങ്ങളെ, രോഗങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കരുതുന്നതിനേക്കാൾ നേരത്തെ ക്ഷാമം പൊട്ടിപ്പുറപ്പെടും. ലോകത്തിലെ ജനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്ന പ്രക്രിയ ഇപ്പോഴത്തെ മഹാമാരിയോടെ കോവിഡ് ആരംഭിച്ചു കഴിഞ്ഞു. പൈശാചികമായ ഈ പദ്ധതിയിലൂടെ അവർ അത് തുടരുകയും ചെയ്യും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ അതികഠിനമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്ന കാര്യം മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നു. മനുഷ്യൻ പ്രകൃതിക്ക് അതീവ ഗൗരവതരമായ നാശം ഏൽപ്പിച്ചു കഴിഞ്ഞു. ഭാവിയെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ അവൻ പ്രകൃതിയെ കൈകാര്യം ചെയ്യുന്നു. മനുഷ്യൻ്റെ ആവർത്തിച്ചുള്ള അനുസരണക്കേടിൻ്റെ ഫലമായി എല്ലായിടത്തും പരാജയം, നാശം, ആകുലത, ക്ഷാമം എല്ലാം വരാനിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മീയ വിശപ്പ് അനുഭവിക്കുമെങ്കിലും അതിന് പൂരകമായി ശാരീരിക വിശപ്പും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. ഭക്ഷ്യക്ഷാമം ലോകവ്യാപകമായിരിക്കും. അത് എല്ലാവർക്കും വലിയൊരു പ്രഹരമായിരിക്കും. മനുഷ്യരെ അത്ഭുതപ്പെടുത്തുമാറ് മുന്നറിയിപ്പില്ലാത്ത പുതിയ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടും. അജ്ഞാത രോഗമായതിനാൽ അത് അങ്ങേയറ്റം അപകടകരമായിരിക്കുകയും ചെയ്യും. രോഗത്തെ കീഴടക്കിയെന്ന മിഥ്യാധാരണയിലിരിക്കാതെ ഭൂമിയിൽ സംഭവിക്കാനിരിക്കുന്നവയ്ക്കായി ഒരുങ്ങി കാത്തിരിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ശാരീരികമായ പ്രതിരോധ ശക്തി ഉയർന്നു നിൽക്കുന്ന തരത്തിൽ ശരീരത്തെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ വയ്ക്കുക. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ചർമ്മരോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ജാഗ്രതയോടെയാണെങ്കിലും നിങ്ങളുടെ സഹോദരീ സഹോദരന്മാർക്ക് അതിനെക്കുറിച്ച് അറിവില്ല. അതുകൊണ്ട് ഈ വിവരം അവരുമായി പങ്കുവയ്ക്കുക. എന്നിരുന്നാലും ത്വക്കിനെ ബാധിക്കുന്ന ഈ രോഗം ഇവിടെ അവസാനിക്കില്ല. മറ്റൊരു ചർമ്മരോഗം വരാനിരിക്കുന്നു എന്നും അറിഞ്ഞിരിക്കുക.